എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനുലക്ഷ്മി. ഞാനൊരു സയൻസ് അധ്യാപികയാണ്, ഹൈസ്കൂൾ ടീച്ചറാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു SSLC കുട്ടികൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായി SSLC ഹാളിലേക്ക് കടക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു ഭയം ഉണ്ടാവും. നമ്മുടെ കേരളത്തിൽ മാർച്ച് 3 മുതൽ മാർച്ച് 24 വരെ മാർച്ച് 26 വരെ SSLC എക്സാം നടക്കുകയാണല്ലോ. അപ്പോൾ കൂടുതൽ കുട്ടികളും ഇപ്പോൾ മോഡൽ എക്സാമിൻ്റെ തിരക്കിലായിരിക്കും. എല്ലാം അവസാന ഘട്ടം എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണ് എല്ലാ കുട്ടികളും. എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ എക്സാം എഴുതുന്ന ഒരു ഇതുകൊണ്ട് SSLC പ്രത്യേക ഒരു ബോർഡ് എക്സാം ആയതുകൊണ്ട് എല്ലാവർക്കും കുട്ടികൾക്കൊരു ഭയം ഉണ്ടാവും, രക്ഷകർത്താക്കൾക്കൊരു ഭയം ഉണ്ടാവും. എല്ലാം എഴുതുമോ, എല്ലാ രക്ഷകർത്താക്കൾക്കും എല്ലാ വിഷയത്തിനും A+ വേണം എന്ന് നിർബന്ധം പിടിക്കുന്നവരാണ്. A+ മേടിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറ്റില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ് കൂടുതലും. എങ്കിൽ പോലും അവരെ അധികം സ്ട്രെസ്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ അവർ പഠിച്ചത് അവർ കൂടുതലും വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക, അങ്ങനെ ഉണ്ടല്ലോ. അവരെ അധികം കൂടുതൽ സ്ട്രെസ്സ് ചെയ്യാതിരിക്കുക. കൂടുതൽ സ്ട്രെസ്സ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് പേടിയാവും. ഒരു വിഷയത്തിന് Bയോ അല്ലെങ്കിൽ ഒരു Aയോ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക, എന്നെ വീട്ടിൽ കയറ്റുമോ, വീട്ടിൽ വഴക്ക് പറയുമോ, എല്ലാത്തിനും A+ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുമോ, അങ്ങനെയുള്ളൊരു ഭയം കുട്ടികളിലുണ്ടാവും. അത് കാരണം അവർ ഭയന്നായിരിക്കും, ഉള്ളിലൊരു പേടിയായിട്ടായിരിക്കും അവർ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആദ്യം കുട്ടികളോടായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ മാർച്ച് 3 മുതൽ 26 വരെ എക്സാം ആണല്ലോ. ഇപ്പോൾ അധികം സമയമില്ല. ഇപ്പോൾ മോഡൽ എക്സാം നടക്കുന്ന സമയമാണ്. ആ എക്സാം ഇപ്പോൾ എല്ലാം റിവൈസ് ചെയ്ത്, ഒരുവിധം എല്ലാവരും റിവൈസ് ചെയ്ത് എല്ലാം പഠിച്ചു കാണും. എല്ലാ പാഠഭാഗത്തും എല്ലാം തിരിച്ചു മറിച്ചും എല്ലാം പഠിച്ചു കാണും. ചോദ്യങ്ങൾ വരുന്നത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോഴത്തെ ചോദ്യങ്ങൾ അങ്ങനെയാണ്, ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പരീക്ഷയുടെ ആ ഒരു നമ്മുടെ വിശകലന ശേഷിയെയും പ്രായോഗിക ക്ഷമതയെയും അളക്കാനുള്ള പരോക്ഷമായിട്ടുള്ള ചോദ്യങ്ങളാവും നമ്മളോട് ചോദിക്കുന്നത്. അതിനനുസരിച്ച് ഉത്തരങ്ങൾ എഴുതുക എന്നതാണ്. അതിന് ചിന്തിക്കാനുള്ള ശേഷിയും കൂടെ, ചിന്തിച്ച് ആ രീതിയിൽ എഴുതാനുള്ള ആ രീതിയിൽ എഴുതാനുള്ള ഒരു കഴിവും കൂടെ നമുക്ക് വേണം. മുൻ വർഷങ്ങളിലൊക്കെ, ഇപ്പോൾ ഈ വർഷങ്ങളിലല്ല, മീൻസ് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ല, എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. എല്ലാവരും പുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാണ് എല്ലാവരും മുന്നേക്ക് വന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ കുറച്ച് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുൻകാല ചോദ്യങ്ങൾ, ഒരു ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 5 വർഷം ബാക്കിലുള്ള കുറേ ചോദ്യങ്ങൾ നമ്മളെടുത്ത് ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമയം ക്രമീകരിക്കാനും, നമുക്ക് ഇന്ന സമയത്ത് ഇത്ര സമയമാണ്, അല്ലെങ്കിൽ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ എക്സാം ആണെങ്കിൽ പോലും ആ പരീക്ഷ നമുക്ക് ആ സമയത്തിനകത്ത് നമുക്ക് എക്സാം എഴുതി തീർക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ കാണും. കുട്ടികൾക്ക് ആ ഒരു കോൺഫിഡൻസ് കാണും. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാം ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. അതിനുള്ള സമയമേ ഇനി ഉള്ളൂ. അപ്പോൾ നമ്മൾ വായിച്ച് പഠിക്കുക എന്ന് വെച്ചാൽ കൂടുതലും വായിച്ച് പഠിക്കുക, വായിക്കുകയും വേണം, എഴുതുകയും വേണം. ആ വായിച്ചത് മുഴുവനും നമുക്ക് എഴുതാൻ കഴിയില്ല. നമ്മൾ ഒരുപാട് വായിക്കും പുസ്തകങ്ങൾ. രക്ഷകർത്താക്കൾ പറയും പഠിക്കുക. അവർ കുട്ടികൾ രക്ഷകർത്താക്കളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വായിച്ച് പഠിക്കും. അപ്പോൾ ആ വായിച്ച് പഠിക്കുന്നത് എഴുതിയും കൂടി പഠിക്കുക. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒരു ചെറിയ പേപ്പറിലോ ഒരു ചെറിയ ബുക്കിലോ നമ്മൾ ഓരോ പോയിൻ്റ് വൈസ് വെറുതെ വലിച്ചു വാരി എഴുതിയായിട്ട് ഒരു പ്രയോജനവും ഇല്ല. അവർ നോക്കുന്നത് നമ്മുടെ കീ പോയിൻറ്റ്സ് മാത്രമാണ് നോക്കുന്നത്. SSLC എക്സാമിൻ്റെ ഇവാലുവേഷന് നോക്കുന്നത് ആ ഒരു പോയിൻറ്റ്സ് മാത്രമാണ്, കീ പോയിൻറ്റ്സ്, ഇന്ന പോയിൻറ്റ്സ് വന്നിട്ടുണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. ആ കണ്ടൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ മാർക്ക് വീഴത്തുള്ളൂ. അത് മാത്രമേ അവർ നോക്കത്തുള്ളൂ.
അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് മുൻകാല ചോദ്യപേപ്പർ എടുത്തിട്ട് അത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ SLC പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഓരോ ചോദ്യവും സമയബന്ധിതമായിട്ട് എഴുതി നോക്കണം. അങ്ങനെ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ എഴുതുന്നതുകൊണ്ട് 2 ഗുണമാണുള്ളത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് വായിച്ച് പഠിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് എഴുതി ശീലിച്ച പാഠങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നമ്മുടെ പേനാത്തുമ്പിൽ അത് കൃത്യമായിട്ട് വരും വായിച്ച് പഠിക്കുന്നത്. രണ്ടാമതായിട്ട് പരീക്ഷയുടെ സമയം ക്രമീകരിക്കാൻ ആവശ്യത്തിന് സമയം ലഭിച്ചില്ല എന്നുള്ള ഒരു പരീക്ഷയ്ക്ക് ശേഷമുള്ള ആ ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടും. അത് 2. പിന്നുള്ളതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് നമുക്ക് പ്രയാസമുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം പഠിച്ചിട്ട് കാര്യമില്ല. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. എന്നാൽ നമുക്കിപ്പോൾ ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നതെന്ന് വെച്ചാൽ പാടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഭയങ്കരമായിട്ടും ഇടയ്ക്ക് വെച്ച് വിട്ടുപോവുക, മറന്നു പോകുന്നത്. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് വിട്ടുപോവുക. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ പാടുള്ള ചോദ്യങ്ങൾ നമ്മൾ ആദ്യമേ പഠിച്ചു തുടങ്ങുക. അപ്പോൾ അത് നമ്മൾ പഠിച്ച് എഴുതി നമ്മൾ ഒരു വട്ടം പഠിക്കുക, അല്ലെങ്കിൽ 1-2 വട്ടം പഠിക്കുക, അത് പാരഗ്രാഫായിട്ട് എഴുതി വെക്കുക. അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് സമയം കൂടുതൽ ലാഭിക്കാൻ പറ്റും. ആ ഒരു പ്രയാസമുള്ള ചോദ്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കുക, അതാണ് വേണ്ടുന്നത്. പിന്നെ നമ്മൾ വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എപ്പം നോക്കിയാൽ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുക ഒരേ സമയത്ത്. ഇപ്പം രക്ഷാകർത്താക്കൾ പരീക്ഷയാണ് നമുക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു സമയത്ത് പോലും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധ വേറെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇപ്പോൾ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക. ഒരു ടൈം ടേബിൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ പഠനം മുന്നോട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 40-45 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ എനിക്ക് ഇത്ര സമയം വേണം. അതിനനുസരിച്ച് നമ്മൾ സമയം ക്രമീകരിച്ച് ടൈം ടേബിൾ തയ്യാറാക്കി നമ്മൾ ആ ഒരു ചോദ്യവും അല്ലെങ്കിൽ നമുക്ക് പാടുള്ള ചോദ്യങ്ങൾ ഞാൻ ഇന്ന സമയത്തിന് പഠിച്ചു കഴിയും എല്ലാം നമ്മൾ അങ്ങനെ പഠിച്ചു വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ വേറെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ചോദ്യം ഇപ്പം മലയാളമാണെങ്കിൽ ഒരുപാട് എഴുതാനുണ്ട്, ഇംഗ്ലീഷ് ആണെങ്കിലും കോൺവെർസേഷൻ, അതെല്ലാം നമ്മൾ പ്രത്യേകം ഏത് ഭാഗത്തുനിന്ന് കോൺവെർസേഷൻ ഉണ്ട് അതെല്ലാം നമ്മൾ പ്രത്യേകം ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ചെറിയ നോട്ടായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പരീക്ഷയുടെ തലേ ദിവസം പോലും നമുക്ക് പേടിയില്ലാതെ അത് എടുത്ത് നോക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കി പോവാം. അപ്പോൾ നമുക്ക് ആ ഒരു എനിക്ക് ഇന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും, എനിക്ക് ഈ ചോദ്യം വന്നാൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അങ്ങനെ ഒരു ഇത് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഉള്ളത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് പഠിക്കുന്ന ആ ഒരു പാഠഭാഗത്തെ മാത്രം നമ്മൾ കോൺഫിഡൻസ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു 1-ാം ലോക മഹായുദ്ധം പഠിക്കുകയാണ്, അപ്പോൾ അതിനെ മാത്രം നമ്മൾ കോൺഫിഡൻസ് ചെയ്യുക. വേറെ TV, ഫോണ്, അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കാൻ ഇടയ്ക്ക് കൊണ്ടുവരിക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക. പരീക്ഷാ സമയം വരെ നമ്മൾ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നമുക്ക് മനസ്സിൽ വരില്ല. അപ്പം അത് കാരണം നമ്മൾ ടെൻഷൻ അടിക്കാതെ നമ്മൾ സമയത്ത് ആഹാരം കഴിക്കുക. നമുക്ക് പഠിക്കുന്നതിൻ്റെ മിഡിൽ ടൈമിൽ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഇപ്പം 40 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് മിഡിൽ സമയത്ത് എഴുന്നേറ്റ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ ടേബിളിൽ കരുതിയിരിക്കുക. വെള്ളം, ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ അത്, ചായ ആണെങ്കിൽ അത്. അപ്പോൾ ആ ഒരു സമയത്ത് അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ലഘൂകരിക്കുക. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പോൾ പഠിക്കാനിരിക്കുന്ന ആ ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ആ ഒരു സമയം ആ ഒരു ചോദ്യം മനസ്സിലാക്കി പഠിക്കാൻ ആ ഒരു സമയം നമ്മൾ ആ പോയിൻ്റ് മാത്രം എഴുതി പഠിക്കുന്ന സമയത്ത് നമ്മൾ ആരോടെങ്കിലും അത് ഷെയർ ചെയ്യുക. വീട്ടിലുള്ളവരോട്, ഒന്നുകിൽ സിസ്റ്ററിനോട്, ബ്രദറിനോട്, അമ്മ അല്ലെങ്കിൽ അമ്മയോട്, അച്ഛനോട്, അമ്മ അല്ലെങ്കിൽ അച്ഛ ഞാനിതൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് മനസ്സിലിരിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്, ഞാനൊന്ന് എഴുതി കാണിക്കട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കട്ടെ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും. ഇനി എനിക്ക് ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ എനിക്കത് എഴുതാം എന്നുള്ളൊരു കോൺഫിഡൻസ് വരും.
പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയെ ഭയക്കാതിരിക്കുക, പേടിയോടെ കാണാതിരിക്കുക. നമുക്ക് കഴിവതും രാവിലെ 4 മണിക്കും 5 മണിക്കുമുള്ള 1 മണിക്കൂർ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. 8 മണിക്കൂർ ഉറങ്ങുക, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക. 8 മണിക്കൂർ ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പൽസറി വേണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ചുമ്മാ കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ, പഠിക്കാറേ ഇല്ല. ഇപ്പോഴൊക്കെ അതിന് ശേഷമാണ് പഠിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എനിക്കിത്രയാണ് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.